ഒരുപാട് ചോദ്യങ്ങൾ. സീറ്റുകളുടെ എണ്ണം കുറയും എന്ന് പറയുന്നു, സീറ്റുകളുടെ എണ്ണം കൂടും എന്ന് പറയുന്നു. അപ്പൊ ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാരിറ്റി ഇപ്പോൾ ഇന്റർനാഷണൽ ക്രിക്കറ്റ് മാച്ചസ് ഇനി ഇവിടെ ഉണ്ടാവില്ല. ഇതൊരു ക്രിക്കറ്റ് സ്റ്റേഡിയം അല്ല, അല്ലെങ്കിൽ ക്രിക്കറ്റിന് അനുയോജ്യമായ മറ്റ് സ്റ്റേഡിയങ്ങൾ ഉള്ളതുകൊണ്ട് വി ആർ കോൺസെൻട്രേറ്റിംഗ് ഓൺ ഫുട്ബോൾ. ദിസ് ഇസ് ഫുട്ബോൾ സ്റ്റേഡിയം. അതിനനുയോജ്യമായി ആണോ ഭാവിയിലേക്ക് ഇത് പണിതുകൊണ്ടിരിക്കുന്നത്? നേരത്തെ പറഞ്ഞല്ലോ, ടെക്നിക്കൽ എക്സ്പെർട്ടീസ് ഉള്ള ആളുകളാണോ ഇതിന് നേതൃത്വം കൊടുക്കുന്നത്? ഇപ്പൊ നിങ്ങൾ എല്ലാ ഡോക്യുമെന്റ്സും നിങ്ങൾക്ക് കിട്ടിയല്ലോ അല്ലെ? കരാറിന്റെ കോപ്പി കിട്ടിയോ? അപ്പൊ ആ കരാറിന്റെ കോപ്പി പുറത്തു വന്നാൽ ഇപ്പോ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനാണ്. അതിന്റെ ആളുകളെ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല. സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എന്താണ് ചെയ്യുന്നത്? ഇപ്പൊ ഞാനൊരു ചെറിയൊരു ഉദാഹരണം കൂടി പറയാം. ഇപ്പൊ ഇവിടുത്തെ പഴയ സീറ്റുകളൊക്കെ അഴിച്ചു മാറ്റും. ആ പഴയ സീറ്റുകൾ എന്ത് ചെയ്യും? നമ്മൾ ഒരു നവീകരണ പ്രവർത്തനം ഒരു പബ്ലിക് സ്പേസിൽ നടത്തിയാൽ, ഒരു പഴയ കെട്ടിടം, ഒരു സർക്കാർ ഗസ്റ്റ് ഹൗസ് പുതുക്കി പണിയണം എങ്കിൽ ആദ്യം അത് ടെൻഡർ ചെയ്യണം. ഇത് പൊളിക്കാൻ വേണ്ടിയിട്ട് ഒരു കരാറുകാരനെ കാണണം. ഇതിന്റെ വേസ്റ്റ് എവിടെ മാനേജ് ചെയ്യും എന്നുള്ള മറ്റൊരു ചോദ്യമുണ്ട്. അപ്പൊ ഇതാദ്യം ടെൻഡർ ചെയ്ത് ഇതാദ്യം ഡിമോളിഷ് ചെയ്യാൻ ആദ്യം ഒരു കരാറുകാരനെ കണ്ടുപിടിക്കും. അപ്പൊ ഇവിടെ നടക്കുന്നതിന്റെ ഓണർഷിപ്പ് ആർക്കാണ്? GCDAക്കാണോ, സ്പോൺസർക്കാണോ? ഇതിന്റെ ഓണർഷിപ്പ് സംബന്ധിച്ചിട്ടുള്ള മറ്റ് വിശദാംശങ്ങൾ, ഏതൊക്കെ ഏരിയയിലേക്ക് ഇദ്ദേഹത്തിന് കടക്കാം?